ബാലസാഹിത്യ നോവൽ ഡോക്ടർ കെ. ശ്രീകുമാർ. കുഞ്ഞുട്ടൻ കാർലോ കൊളോഡയുടെ പ്രശസ്ത നോവലായ പിനോക്കിയോയുടെ സ്വാതന്ത്ര്യാവിഷ്കാരം. തടിക്കഷ്ണം നിലത്തിട്ട് അദ്ദേഹം ചിന്തോരുളി കൊണ്ട് അതിനെ മിനുസപ്പെടുത്താൻ തുടങ്ങി. 2-3 തവണ ഉളി അങ്ങുമിങ്ങും നീക്കിയതും രൂക്ഷമായ ശബ്ദത്തിൽ ആ കിളിമൊഴി വീണ്ടുമുണ്ടായി. "നിർത്തടോ, എന്നെ ഇക്കിളി കൂട്ടാനാണോ ഭാവം? എനിക്ക് സ്വസ്ഥത തന്നില്ലെങ്കിൽ അനുഭവിച്ചറിയും, ഓർത്തോ. " ഞെട്ടിവിറച്ച ചെമ്മൂക്കൻ മുത്തച്ഛൻ പിറകോട്ട് മറിഞ്ഞു വീണു. അപ്പോഴും ഒന്നുമറിയാത്ത പോലെ കിടന്നു തടിക്കഷ്ണം. പെട്ടെന്നാണ് വാതിലിൽ ആരോ മുട്ടിയത്. അത് കേട്ട് മുത്തച്ഛന് ദേഷ്യവും സങ്കടവുമൊക്കെ വന്നു. കിടന്ന കിടപ്പിൽ അദ്ദേഹം ആഗതനെ അകത്തേക്ക് ക്ഷണിച്ചു. മഞ്ഞമുടിയൻ മുത്തച്ഛനല്ലാതെ മറ്റാരുമായിരുന്നില്ല അത്. കുറച്ചൊന്നു പറയാനുണ്ട് ഈ മുത്തച്ഛനെപ്പറ്റി. മുഖത്ത് ഐശ്വര്യം നിറഞ്ഞ വൃദ്ധനാണ്. തലയിൽ ഒറ്റ രോമം പോലും അവശേഷിപ്പിക്കാതെ മുടിയെല്ലാം കൊഴിഞ്ഞു പോയി. പണ്ടേ ആളുകൾ ഒളിഞ്ഞും തെളിഞ്ഞും മൊട്ടത്തലയൻ മുത്തച്ഛനെന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് നാണക്കേട് തോന്നി. അതിൽ നിന്നും രക്ഷപ്പെടാൻ അദ്ദേഹം ഒരു വഴി കണ്ടെത്തി. പലതരം തലമുടികൾ വിൽപ്പനയ്ക്ക് വെച്ച കടയിലെത്തി മഞ്ഞ നിറമുള്ള മുടിയൊന്നു വാങ്ങി തലയിലുറപ്പിച്ചു. അതേതായാലും ഫലിച്ചു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മൊട്ടത്തലയൻ എന്ന് പരിഹസിച്ചവർ മഞ്ഞമുടിയൻ എന്ന് മാറ്റി വിളിച്ചു. ചെമ്മൂക്കൻ മുത്തച്ഛനും മഞ്ഞമുടിയൻ മുത്തച്ഛനും തമ്മിൽ ഒരുപാട് സാമ്യങ്ങൾ. രണ്ടാളും തനിച്ചാണ്. പൊറുതി. ഭാര്യ, കുടുംബം, കുട്ടി പരാധീനതകളൊന്നും ഇവർക്കുമില്ല. ഇവരുടെ വീടുകൾ തമ്മിൽ അധികം അകലമില്ല. താരതമ്യേന സൗകര്യങ്ങളുള്ള വീട്ടിലാണ് മഞ്ഞമുടിയന്റെ താമസം. തടിക്കഷ്ണങ്ങളിൽ രൂപങ്ങൾ കൊത്താൻ രണ്ടാൾക്കുമുണ്ട് താൽപര്യവും മിടുക്കും. ഏറെക്കുറെ സമപ്രായക്കാരായ ഇരുവരും ചങ്ങാതിമാരാണ്. എങ്കിലും നേരിൽ കണ്ടാൽ നാഴികയ്ക്ക് 40 വട്ടം കലഹിക്കും. പിന്നെ കൈകൊടുത്ത് സൗഹൃദത്തോടെ പിരിയും. "ഏയ്, തനിക്കെന്തു പറ്റി? ഇതെന്താ വെറും നിലത്ത് കിടക്കുന്നത്? " മഞ്ഞമുടിയൻ മുത്തച്ഛൻ ആകാംക്ഷയോടെ ചോദിച്ചു. "ഓ, വെറുതെ. ആട്ടെ, താനെന്തിനാ ഇങ്ങോട്ട് വന്നേ? " ചെമ്മൂക്കൻ മുത്തച്ഛൻ എഴുന്നേറ്റിരുന്നു. "പറയാം. എനിക്കൊരു മോഹം. പാട്ടിനൊത്ത് ആടാൻ കഴിയുന്ന ഒരു മിടുക്കൻ മരപ്പാവയെ വേണമെന്ന്. കുറെ അലഞ്ഞു നടന്നിട്ടും അതിനെപ്പറ്റി തടിക്കഷ്ണം കിട്ടിയില്ല. ഇക്കാര്യത്തിൽ തനിക്കെന്നെ സഹായിക്കാൻ പറ്റില്ലേ? " മഞ്ഞമുടിയൻ മുത്തച്ഛൻ കാര്യം വെട്ടിത്തുറന്നു പറഞ്ഞു. "അതു കൊള്ളാമല്ലോ മൊട്ടത്തലയാ. " പെട്ടെന്നാണ് ആരോ അത് പറഞ്ഞു. ഇന്ന് വായനയിൽ കഥ കുഞ്ഞിക്കുട്ടൻ തുടരും.